അല്ല, കൊല്ലംകാരെക്കുറിച്ച് എനിക്ക് പേഴ്സണലി ഇതുവരെ ഒരു മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല, എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല പേഴ്സണലി. ഈ പറയുന്ന ഞാൻ ജയ എന്ന് പറയുന്ന സിനിമ അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും നല്ല 2 സിനിമകൾ ഉണ്ടായിട്ടുള്ളത് കൊല്ലത്തു നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊല്ലം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേവറേറ്റ് സ്ഥലങ്ങളിൽ ഒന്നാണെന്നാണ് എനിക്ക് എൻ്റെ ഭാഗ്യ സ്ഥലങ്ങളിൽ ഒന്നാണ് കൊല്ലം എന്ന് പറയുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കൊല്ലത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര്, ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത്, അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് കൊല്ലത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. ആരുടെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അതിനൊരു ജനറലൈസ്ഡ് ആയി വന്നു തുടങ്ങിയപ്പോൾ അതങ്ങനെ ആവും തോന്നുന്നു. എനിക്കൊന്ന് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അതാണ് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നേരെ പോ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ അത് ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അത് ആൾക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നുന്നതുകൊണ്ടായിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ കക്കയിറച്ചി ഒക്കെ കൊണ്ടുതരും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കും. ഭയങ്കര സ്നേഹത്തോടെയാണ് അവിടെ ഉള്ളവരൊക്കെ ഞങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഈ പറയുന്ന മൺട്രോത്തുരുത്തിലായിരുന്നു കുറേ ദിവസം ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഒരുപാട് ദിവസം മൺട്രോത്തുരുത്ത് ഈ പറയുന്ന പോലെ, നേരത്തെ പറഞ്ഞ പോലെ, അങ്ങനത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലം കൂടെയാണെന്നുള്ളത് അവിടുന്ന് ആൾക്കാരെന്നൊക്കെ ഞങ്ങൾ അറിയാനും കഴിഞ്ഞു. അത് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള. പക്ഷേ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ആണ്. അത് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയാണ് ആ സ്ഥലത്തിൻ്റെ ടൂറിസത്തിന്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ അവിടെ ടൂറിസത്തിനായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും 2 പ്രാവശ്യം മൺട്രോത്തുരുത്തിൽ 2 തവണയായിട്ട് ഫാമിലിയായിട്ടും സുഹൃത്തുക്കളുടെയും കൂടെ പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്ത് 2-3 ദിവസം അവിടെ നിന്നിട്ടാണ് വന്നത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്. ഈ പറയുന്ന ആ വില്ലേജ് ടൂറിസവും രാവിലെ ഏർലി മോർണിംഗ്, നട്ടപ്ര വെയിലത്ത് പോയി നടന്നിട്ട് കാര്യമില്ല. നല്ല ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നല്ല സൺസെറ്റ് സമയത്ത് ആ മൺട്രോത്തുരുത്തിൻ്റെ ഐലൻഡിൽ ആ വെള്ളത്തിലൂടെ ഗ്രാമത്തിൻ്റെ ഇടയിലൂടെ ഒരു വഞ്ചി തുഴഞ്ഞു പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലോകത്തെ എവിടെയും ഏത് ടൂറിസം ഡെസ്റ്റിനേഷനിൽ, പ്രീമിയം ടൂറിസം ഡെസ്റ്റിനേഷനിലും കിട്ടാവുന്ന അത്രയും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി മൺട്രോത്തുരുത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം അത് ഞങ്ങൾക്ക് മനോഹരമാണ്. അപ്പോൾ ആ സ്ഥലം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ആ ആളുകളുടെ ആ ഒരു സ്ട്രഗിൾ അത് ബെറ്റർ, അത് ഇല്ലാതാവട്ടെ. അവർ ഇനിയും നന്നായിട്ട് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിപ്പോൾ പ്രകൃതിയുടെ കയ്യിലാണ്, നമുക്കത് അതിൽ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ എന്നാൽ പോലും ആ സ്ഥലം അത്ര മനോഹരമാണ്, അവിടുത്തെ ആൾക്കാരും അത്രയും മനോഹരമാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ. ആലോചിക്കാവുന്നതാണ്. ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് ആലോചിക്കാവുന്നതാണ്. ആൾക്കാരെ പറ്റി പറയുമ്പോൾ മരിയാനയുടെ വീട് ഷൂട്ട് ചെയ്ത ആ വീട് ഒറിജിനൽ വീടാണ്. അപ്പൊ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് ആകെ ചെറിയ വീടാണ്. ആ വീട്ടിലുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി അത്രയും സഹകരിച്ചു എന്നുള്ളതാണ്. ആകെപ്പാടെ 2 റൂമേ ഉള്ളൂ. അതിനിടയിൽ നമ്മൾ ഷൂട്ടായിരുന്നു രാവിലെയും രാത്രിയൊക്കെ. അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് കിടന്നുറങ്ങിയത്. നമ്മളെ വീട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഫുൾ വീട്ടിൽ കയറി അല്ലേ, അത്രത്തോളം അവർ നമ്മുടെ അടുത്ത് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കൊല്ലത്തിന്റെ ആദ്യത്തെ മര്യാദ.